നമസ്കാരം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടി നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് പ്ലൈവുഡിൽ നമ്മൾ മൈക്ക, അതുപോലെ അക്രിലിക് ലാമിനേഷൻ, വിനീർ ഇതൊക്കെ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണയായിട്ട് ഒരു മോഡുലർ കിച്ചണോ വാർഡ്രോബുകളോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഈ ഫിനിഷിങ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് മെറ്റീരിയലുകളുണ്ട്. ലാമിനേഷനുകൾ, എന്നാൽ മൈക്ക എന്ന് പറയുന്ന ലാമിനേഷനുകൾ, അത് തന്നെ പല വെറൈറ്റിയിലുള്ള മൈക്കകളുണ്ട്. അതുപോലെ വിനീർ ഷീറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ അക്രിലിക് ലാമിനേഷനുകൾ, PVC ലാമിനേഷനുകൾ, ഇതുപോലെയുള്ള വിവിധ തരം ലാമിനേഷനുകൾ പ്ലൈവുഡിൻ്റെ ഫിനിഷിംഗ് മെറ്റീരിയലുകളായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ പറയുന്നത്. ആദ്യമായിട്ട് ഒരു പ്ലൈവുഡ് നമ്മളിപ്പോൾ 18 mm അല്ലെങ്കിൽ 16 mm 8 mm എത്രയാണ് തിക്നെസ് എങ്കിലും അതിൻ്റെ രണ്ട് വശങ്ങളും മാക്സിമം ഈക്വലൻ്റ് ആയിട്ടുള്ള ലാമിനേഷനുകൾ ഒട്ടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉദാഹരണമായിട്ട് ഇപ്പോൾ 1 mm ആണ് ഫേസിങ് സൈഡിൽ, എക്സ്പോസ്ഡ് സൈഡിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ബാക്ക് സൈഡിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് 0.8 എങ്കിലും ഒട്ടിച്ചിരിക്കണം. അതിലും കുറഞ്ഞ തിക്നെസ്സിലുള്ളത് ഒട്ടിക്കുമ്പോൾ പിന്നീട് നമ്മൾ ഡോറുകളും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ബെൻഡ് വരാനുള്ള ഒരു കാരണം ഈ പറഞ്ഞ തിക്നെസ്സിൻ്റെ വേരിയേഷൻ തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലൂ, ഓരോ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രത്യേകതരം ഗ്ലൂകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ചാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇതിലും ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പരാമർശിക്കണം എന്ന് തോന്നി. ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഒരു ഡ്രൈ ഏരിയയിലാണെങ്കിൽ നോർമൽ ഫെവിക്കോളിൻ്റെ SH പോലെയുള്ള ഗ്ലൂ, SHന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഗ്ലൂകൾ നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ ഇച്ചിരി മോയ്സ്ചർ അടിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ വെള്ളം ഡയറക്റ്റ് വീഴാനോ അല്ലെങ്കിൽ കിച്ചൺ പോലെയുള്ള വെറ്റ് ഏരിയയിൽ ഉപയോഗിക്കുന്ന പ്ലൈവുഡുകൾക്ക് നമുക്ക് പ്രത്യേകം മറൈൻ ഗ്ലൂവോ അല്ലെങ്കിൽ ഹൈപ്പറോ, മറൈനേക്കാളും ബെറ്റർ ആയിട്ടുള്ളതാണ് ഹൈപ്പർ. ആൻറ്റി ബബിൾ ഫിനിഷിലൊക്കെ ആൻറ്റി ബബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്ലൂ ആണ് ഹൈപ്പർ എന്ന് പറയുന്നത്. അതുപോലെയുള്ള ഗ്ലൂകൾ നമുക്ക് ഉപയോഗിക്കാം. ഈ പലരും ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള തെറ്റാണ്, എല്ലാ സ്ഥലങ്ങളിലും വെറ്റ് ഏരിയയ്ക്കും ഡ്രൈ ഏരിയയ്ക്കും SH പോലെയുള്ള അല്ലെങ്കിൽ SHന് ഈക്വലൻ്റ് ആയിട്ടുള്ള വേറെ കമ്പനികളുടെ ഗ്ലൂകൾ ഉപയോഗിക്കുക എന്നുള്ളത്. എന്നാൽ അത് വെള്ളത്തിൽ നിശ്ചിത സമയം നിന്നു കഴിഞ്ഞാൽ അത് വീണ്ടും പഴയ ഫോമിലേക്ക്, അതായത് മെൽറ്റായി അത് ഇളകിപ്പോരാൻ, ലാമിനേഷൻ അല്ലെങ്കിൽ അതുപോലെയുള്ളത് ഇളകിപ്പോരാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഈ സൈഡിൽ എഡ്ജ് ബാൻഡിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒട്ടിക്കുന്ന ഗ്ലൂ, അതായത് PVC പ്രോ ബോണ്ട് പോലെയുള്ള ഗ്ലൂവോ അല്ലെങ്കിൽ ഫാക്ടറി ഫിറ്റിങ്സിൽ, ഫാക്ടറി മെഷീനിൽ, ത്രൂ ഫീഡർ മെഷീനുകളിൽ ഉപയോഗിക്കുന്ന ഹീറ്റ് മെൽറ്റ് ഗ്ലൂവോ ഒക്കെ നമ്മൾ എഡ്ജ് ബൈൻഡിങ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കണം. അതിൻ്റെ നോർമൽ SHO അല്ലെ SRO, ഹീറ്റെക്സോ പോലെയൊക്കെ ഉള്ളത് അധികം ഈട് നിൽക്കുകയില്ല, ഇളകിപ്പോരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ ഹീറ്റെക്സും അതുപോലെയുള്ള SR പോലെയുള്ള ഗ്ലൂകൾക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് നിശ്ചിത ഗ്യാപ്പ്, അതായത് ഗ്ലൂവും തമ്മിലാണ് ഒട്ടുന്നത്. ഒരിക്കലും രണ്ട് സർഫേസുകളെ തന്നെ പൂർണ്ണമായിട്ട് യോജിപ്പിക്കുന്ന സിസ്റ്റമല്ല ഈ SRും ഹീറ്റെക്സും തമ്മിലുള്ളത്. എന്നാൽ PVC പ്രോ ബോണ്ട് പോലെയുള്ള അല്ലെങ്കിൽ ഹീറ്റ് മെൽറ്റ് ഗ്ലൂ പോലെയുള്ളത് ഈ രണ്ട് സർഫേസുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന ഗ്ലൂ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒട്ടിക്കുമ്പോൾ കൂടുതൽ ഈ രണ്ട് സർഫേസിനിടയ്ക്ക് എന്തെങ്കിലും വെള്ളം കയറാനോ മോയ്സ്ചർ കയറാനോ ഒക്കെയുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എന്നാൽ SRും ഹീറ്റെക്സൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിനിടയ്ക്ക് വെള്ളം കയറാനും മോയ്സ്ചർ കയറാനും അതുപോലെ
ചെറിയ സൂക്ഷ്മജീവികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അതുമാത്രമല്ല ഈ എഡ്ജ് വെൻഡിങ് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ ഈ പ്ലൈവുഡിനെ ഡബിൾ സൈഡിൽ ലാമിനേറ്റ് ചെയ്തിരിക്കുന്ന പ്ലൈവുഡിനെ സീൽ ചെയ്യുക എന്നുള്ള പർപ്പസിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ഈ എഡ്ജ് വെൻഡിങ്ങിന് ഗ്ലൂ ഉപയോഗിക്കുമ്പോഴും അതുപോലെ ലാമിനേറ്റ് ചെയ്യുമ്പോഴും ഗ്ലൂ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ നമ്മൾ PVC ലാമിനേഷൻ അഥവാ അക്രിലിക് ലാമിനേഷനൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കമ്പനികൾ നൽകുന്ന പർട്ടിക്കുലർ ഗ്ലൂ തന്നെ ഈ മെറ്റീരിയലിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് തന്നെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഫെവിക്കോൾ പോലെയുള്ള സിമിലർ ആയിട്ടുള്ള കമ്പനികളുടെ സിമിലർ ഗ്ലൂകൾ നമ്മൾ ഈ പർപ്പസിന് വേണ്ടിയിട്ട് PVC പ്രോ ബോണ്ട് പോലെയുള്ള ഗ്ലൂകൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അപ്പോൾ ഓരോ പർപ്പസിനും പ്രത്യേകം ഗ്ലൂകളുണ്ടെന്നും ആ പ്രത്യേകം ഗ്ലൂകൾ നമ്മൾ ഓരോ ആവശ്യങ്ങൾക്കും കൃത്യമായിട്ട് ഏതാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ശ്രദ്ധിച്ച് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്ന രീതിയാണ് ഇതിൽ മൂന്നാമതായിട്ട് പറയാനുള്ളത്. അതായത് നമ്മൾ കോമ്പ് ലാമിനേറ്റ് ഉപയോഗിച്ച് കട്ട് ചെയ്തുണ്ടാക്കുന്ന കോമ്പുകളോ അല്ലെങ്കിൽ കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കോമ്പുകളോ നമുക്ക് ഉപയോഗിച്ച് കോമ്പിങ് രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ റോളറുകൾ, പലതരം റോളറുണ്ട്. ഗ്ലൂ സ്റ്റോർ ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന റോളറുകൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഗം രണ്ട് വശങ്ങളിൽ അപ്ലൈ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ സ്പ്രേ ചെയ്യുന്ന മെത്തേഡുകൾ, ഗണ്ണ് ഉപയോഗിച്ച് കംപ്രസർ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യുന്ന മെത്തേഡുകളും ഉണ്ട്. ഇത് മൂന്നും നല്ലതാണ്. ചില ന്യൂനതകൾ, സ്പ്രേ ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ പ്ലൈവുഡിന് പുറത്തേക്ക് ഗ്ലൂ സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള വേസ്റ്റേജസ് കൂടുതലാവും എന്നുള്ളതാണ്. എന്നാൽ ഗണ്ണ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ വളരെ ലെവലായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ബെനിഫിറ്റ് കൂടിയുണ്ട്. പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. അപ്പം ഇതൊക്കെയാണ് ഇത് ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 മെത്തേഡുകൾ. അതുകൂടാതെ നമ്മൾ ചെയ്യുമ്പോൾ പ്ലൈവുഡിൽ നമ്മൾ തീർച്ചയായിട്ടും ഗം അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ ലാമിനേഷൻ, ചില കമ്പനികൾ ലാമിനേഷൻ്റെ അകത്ത് വശത്തും ഗം അപ്ലൈ ചെയ്യുന്ന രീതിയുണ്ട്. ഇത് രണ്ടും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. എന്നാൽ വൺ സൈഡ് അപ്ലൈ ചെയ്യുമ്പോൾ പ്ലൈവുഡിൽ കൂടുതലായിട്ട് കുറച്ച് കട്ടി കൂട്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് നല്ല രീതിയിൽ ബോണ്ട് ചെയ്തെടുക്കാം. രണ്ട് സൈഡിലും ചെയ്യുന്നത് അതിലും മെച്ചമായിട്ടുള്ള കാര്യമാണ്. എല്ലായിടത്തും കറക്റ്റായിട്ട് ഗ്ലൂ അപ്ലൈ ആകും. മാത്രമല്ല ഇതിന് നമുക്ക് കൃത്യമായിട്ടുള്ള വെയ്റ്റുകൾ, കൃത്യമായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് കാര്യങ്ങൾ ഈ പ്ലൈ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ അട്ടിയിടുകയാണെങ്കിൽ അതിന് മുകളിൽ കൃത്യമായിട്ടുള്ള വെയിറ്റ് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാലം മടക്കി വെച്ചിരിക്കുന്ന ലാമിനേഷൻ റോളുകളൊക്കെ ആ സ്പ്രിങ് പോലെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്നാൽ ഈ കൂടുതൽ വെയിറ്റ് വരുമ്പോഴും ഇത് അമർന്ന് നന്നായിട്ട് ബോണ്ടിങ് ആയി നമുക്ക് 12 മണിക്കൂറോ അല്ലെ 24 മണിക്കൂറോ കഴിഞ്ഞ് നമുക്ക് എടുക്കുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മൾ ബോക്സുകൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ലാമിനേഷൻ അപ്ലൈ ചെയ്യുന്ന രീതി ചെയ്യാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം. അതുപോലെ ചില കാർപ്പൻറ്റർമാർ ഈ മധ്യഭാഗം ഒരു ലാമിനേഷൻ ഒട്ടിക്കുകയാണെങ്കിൽ അതിൻ്റെ ബോർഡറുകളിൽ ഹീറ്റെക്സ് SR പോലെയുള്ള ഗ്ലൂകൾ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് സച്ചോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഹൈപ്പറോ മറൈനോ പോലെയുള്ള ഗ്ലൂകൾ ഉപയോഗിച്ച് ഒട്ടിക്കുന്നുണ്ട്. അതും ശരിയായ ഒരു രീതിയല്ല. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക്, തടിയുടെ ഉള്ളിലേക്ക്, പ്ലൈവുഡിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും സൂക്ഷ്മജീവികൾ കടന്നു വരാനോ ഈർപ്പങ്ങൾ കടന്നു വരാനോ അതുപോലെ എണ്ണമയമൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് ഹീറ്റെക്സും XRും ഓപ്പണായി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾ ഞാൻ തുടർന്നും ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഈ ചാനൽ, ഈ വീഡിയോയും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വീഡിയോകൾ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.